മൂലധന ശക്തികളുടെ പിടിയിലാണ് ഇന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെന്ന് LDFന്റെ പൊന്നാനി മണ്ഡല സ്ഥാനാർത്ഥിയും മുൻ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ കെ ഹംസ പറയുന്നു. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണം കൊണ്ട് പാർട്ടിയെ വളർത്തിയവരായിരുന്നില്ല ലീഗിന്റെ മുൻപത്തെ നേതാക്കളെന്നും ഹംസ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ചു. എന്നാൽ ഈ സാഹചര്യത്തിൽ കെ എസ് ഹംസ അപ്രസക്തനാണ് എന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തെക്കുറിച്ച് ചോദ്യമുയർന്നിരുന്നു. അങ്ങനെയൊക്കെ പല കാലഘട്ടങ്ങളിലും പല അഹങ്കാരികളും പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മാത്രമല്ല KT ജലീൽ അപ്രസക്തനാണ് എന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ അതേസമയം തന്നെ മുസ്ലിം ലീഗിന് പരിമിതികളുണ്ടോ എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനല്ല പരിമിതികളെന്നും മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ നേതാക്കൾക്കാണ് യഥാർത്ഥത്തിൽ പരിമിതിയെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാവപ്പെട്ട ഒരു സമുദായത്തെ അവർ പണയം വെച്ചിരിക്കുകയാണെന്നും അപ്പുറത്ത് മോദിയും മടിയിൽ കനവും ED പേടിയും ഇതെല്ലാം തന്നെയാണ് ലീഗിന്റെ അവസ്ഥയെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. മാത്രമല്ല ഹൈദരലി ശിഹാബ് തങ്ങളെ ലീഗ് ബലിയാടാക്കുകയായിരുന്നോ എന്നതാണ് സംശയമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അദ്ദേഹത്തെ EDക്ക് മുന്നിൽ ഇട്ടുകൊടുക്കുകയായിരുന്നെന്നും നോട്ട് നിരോധന സമയത്ത് പാർട്ടി മുതലാളിയുടെ കയ്യിലുണ്ടായിരുന്ന 10 കോടിയോളം രൂപ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മാനേജ്മെന്റിലുള്ള പത്രത്തിന്റെ 2 അക്കൗണ്ടുകളിലായി നിക്ഷേപിച്ചിരുന്നുവെന്നും ഇൻകം ടാക്സ് നോട്ടീസ് വന്നപ്പോൾ 3 കോടി രൂപ ഫൈൻ അടക്കേണ്ടി വന്നുവെന്നെല്ലാം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കള്ളപ്പണമായതുകൊണ്ടായിരുന്നില്ലേ പിഴ അടക്കേണ്ടി വന്നത് എന്ന ചോദ്യത്തിനും കള്ളപ്പണം എന്തിന് തങ്ങളുടെ പേരിലിട്ടു എന്നൊരു മറുചോദ്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ED തങ്ങളെ ചോദ്യം ചെയ്തുവെന്നും എന്നാൽ ഇക്കാര്യം താൻ പാർട്ടി യോഗത്തിൽ സംസാരിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം മറ്റൊന്നായിരുന്നുവെന്നും അതായത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ED വന്നിട്ടേ ഇല്ല എന്നുമായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പിന്നീട് കുഞ്ഞാലിക്കുട്ടി അത് മാറ്റി പറയുകയും ചെയ്തുവെന്ന് ഹംസ കുറ്റപ്പെടുത്തി. ഹൈദരലി തങ്ങൾക്ക് അതിന്റെ പേരിൽ മനപ്രയാസം ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു ഹംസയുടെ പ്രതികരണം. ഡൽഹിയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു തരത്തിലും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കരുത് എന്നായിരുന്നെന്നും ആ സമയത്താണ് ED അദ്ദേഹത്തെ ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്തിരുന്നതെന്നും ഹംസ കൂട്ടിച്ചേർത്തു. ഇതിന്റെ ആഘാതത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായാണ് തങ്ങൾ രോഗസ്ഥനായതെന്നും ഹംസ പറഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് തന്നെ ഹംസ ലീഗിൽ കടുത്ത സമ്മർദ്ദത്തിൽ തന്നെയായിരുന്നു. ലീഗിൽ അദ്ദേഹത്തെ പുറത്താക്കിയത് എന്തിനായിരുന്നു എന്ന ചോദ്യം അവിടെ ഏറെ പ്രസക്തമായിരുന്നു. ആ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ആദ്യം പ്രശ്നം ഹൈദരലി ശിഹാബ് തങ്ങൾ തങ്ങളുടെ വിഷയം ഉന്നയിച്ചതായിരുന്നു എന്ന് തന്നെയായിരുന്നു. മാത്രമല്ല ഉത്തരേന്ത്യയിലെ ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരായവരെ ആശ്വസിപ്പിച്ചില്ലെന്നും RSSുമായി ഒത്തുകളി തുടങ്ങിയ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചതോടെ സ്ഥാനമാനങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്നും ഹംസ പറഞ്ഞു. കാരണം കാണിക്കൽ നോട്ടീസ് പറഞ്ഞത് നിരന്തരമായി പാർട്ടി യോഗങ്ങളിൽ നേതൃത്വത്തെ അവഹേളിക്കുന്നു എന്നുകൂടിയായിരുന്നുവെന്നുമായിരുന്നു ഹംസയുടെ പ്രതികരണം. എന്തു തന്നെയാണെങ്കിലും പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ എന്താണ് കെ എസ് ഹംസ ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് ഏതെങ്കിലും ഒരു ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട് അവരുണ്ടാക്കുന്ന വികസന പത്രിക അവതരിപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തങ്ങൾ 2 വട്ടം മണ്ഡലത്തിൽ പര്യടനം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ ജനങ്ങളോട് സംവദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ പ്രകടന പത്രിക തയ്യാറാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരൂരിൽ തീവണ്ടികളുടെ സ്റ്റോപ്പും കുറ്റിപ്പുറം ലൈൻ, കോഴിക്കോട് ബേപ്പൂർ ഹൗറ മാതൃകയിൽ പാലം, ഹാർബറുകളുടെ ആധുനീകരണം, വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം തുടങ്ങിയവയെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പദ്ധതിയിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തു തന്നെയാണെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി കെ എസ് ഹംസ എത്തുമ്പോൾ CPMന്റെ പ്രത്യേക പരിഗണന കൂടി അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും ഹംസയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയിൽ CPMന്റെ ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന വലിയൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്.